ഓം ശാന്തി. 14/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സർവോത്തമ സൗഭാഗ്യശാലികളായ ബ്രാഹ്മണ കുലഭൂഷണരാണ്. നിങ്ങൾക്ക് സ്വയം ഭഗവാൻ ആശംസകൾ നൽകുന്നു. ചോദ്യം: ബാബ കുട്ടികളെ സംഗമത്തിൽ തന്നെയാണ് സൃഷ്ടിയുടെ സമാചാരം കേൾപ്പിക്കുന്നത്, സത്യയുഗത്തിലല്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം സത്യയുഗം തന്നെ ആദിയുടെ സമയമാണ്. ആ സമയത്ത് മുഴുവൻ സൃഷ്ടിയുടെയും സമാചാരം, അതായത് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം എങ്ങനെ കേൾപ്പിക്കുവാനാണ്? സർക്കിൾ റിപ്പീറ്റ് ആകാത്തത് വരെയും സമാചാരം എങ്ങനെയാണ് കേൾപ്പിക്കുവാൻ സാധിക്കുന്നത്? സംഗമത്തിൽ തന്നെയാണ് കുട്ടികളായ നിങ്ങൾ ബാബയിലൂടെ മുഴുവൻ സമാചാരവും കേൾക്കുന്നത്. നിങ്ങൾക്ക് മാത്രമാണ് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നത്. ഓം ശാന്തി. ഇന്ന് ത്രിമൂർത്തി ശിവജയന്തിയുടെയും ബ്രാഹ്മണ ജയന്തിയുടെയും സംഗമയുഗ ജയന്തിയുടെയും ശുഭ ദിവസമാണ്. ബാബയ്ക്ക് ഈശ്വരീയ ജന്മസിദ്ധ അധികാരത്തിൻ്റെ ഗ്രീറ്റിംഗ്സ് നൽകാൻ പോലും കഴിയാത്ത ധാരാളം പേരുണ്ട്. ശിവ് ബാബ ആരാണെന്നോ ആ ഒന്നിൽ നിന്നും എന്ത് ലഭിക്കുന്നുവെന്നോ അറിയാത്ത ധാരാളം പേരുണ്ട്. അവർക്ക് ഗ്രീറ്റിംഗ്സിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും? പുതിയ കുട്ടികൾക്ക് തീർത്തും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ ഡാൻസ്. ശ്രീകൃഷ്ണൻ ഡാൻസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുവല്ലോ. ഇവിടെ പുത്രിമാർ രാധാകൃഷ്ണന്മാരായി നൃത്തം ചെയ്യുന്നു. എന്നാൽ ഡാൻസിൻ്റെ കാര്യമേ അല്ല. അതാകട്ടെ അവിടെ സത്യയുഗത്തിൽ ബാല്യകാലത്തിൽ പ്രിൻസസിനോടൊപ്പം ഡാൻസ് ചെയ്യും. കുട്ടികൾ അറിയുന്നുണ്ട്, ഇത് ബാബ് ദാദയാണ്. ദാദയെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. ഈ ദാദ ശാരീരിക ഫാദറാണ്. ഇവിടെയാണെങ്കിൽ വണ്ടർഫുൾ കാര്യമാണ്. ആ ദാദ ആത്മീയമാണ്, ഇത് ശാരീരികം. ഇതിനെ ബാബ് ദാദ എന്ന് പറയുന്നു. ബാബയിൽ നിന്നും ദാദയിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. സമ്പത്ത് പിതാമഹൻ്റേതാണ്. എല്ലാ ആത്മാക്കളും ബ്രദേഴ്സാണ്. സമ്പത്ത് പിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാബ പറയുന്നു, ആത്മാക്കളായ നിങ്ങൾക്ക് തൻ്റെ ശരീരവും തൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. എന്നെ നിരാകാരൻ എന്ന് പറയുന്നു. തീർച്ചയായും എനിക്ക് ശരീരം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുവാനും മനുഷ്യനിൽ നിന്നും ദേവതയും പതീതത്തിൽ നിന്നും പാവനവും ആകുന്നതിനുള്ള മാർഗം പറഞ്ഞു തരുവാനും മലിന വസ്ത്രങ്ങൾ കഴുകുവാനോ കഴിയും. തീർച്ചയായും വലിയ അലക്കുകാരൻ ആയിരിക്കും. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളെയും ശരീരത്തെയും കഴുകുന്നു. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും നിങ്ങളുടെ ആത്മാക്കളെ കഴുകുന്നു. ഇന്ന് കുട്ടികളായ നിങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മൾ ശിവ് ബാബയ്ക്ക് ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട്. ബാബ പിന്നെ പറയുന്നു, നിങ്ങൾ ആർക്കാണോ ഗ്രീറ്റിംഗ്സ് നൽകുന്നത്, ആ ബാബയും കുട്ടികളായി നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് നൽകുന്നു. കാരണം നിങ്ങൾ വളരെയധികം സർവോത്തമ സൗഭാഗ്യശാലി ബ്രാഹ്മണ കുലഭൂഷണരാണ്. ദേവതമാർ നിങ്ങളുടെ അത്രയും ഉത്തമമല്ല. ബ്രാഹ്മണർ ദേവതമാരെക്കാൾ ഉയർന്നതാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ബാബ. പിന്നെ ആ ഒന്ന് വരുന്നത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ്. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങൾ വളരെ ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണർ ആകുന്നു.
ബ്രാഹ്മണരുടേത് തന്നെയാണ് കുടുമി. അവർക്ക് താഴെയാണ് ദേവതമാർ. ഏറ്റവും മുകളിലാണ് ബാബ. ബാബ കുട്ടികളായി നിങ്ങളെ ബ്രാഹ്മണികളാക്കി സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നതിനായി. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശിരസ് നമിക്കുന്നു. ഇവരും മനുഷ്യരാണ് എന്ന് ഭാരതവാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലക്ഷ്മിയും നാരായണനും രണ്ടുപേരും വേറെ വേറെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യന് തന്നെ 2 പേരുകൾ വച്ചിരിക്കുകയാണ്. ഒരാളുടെ പേര് ലക്ഷ്മി നാരായണൻ, എന്നാൽ സ്വയം തന്നെ വിഷ്ണു ചതുർഭുജമാണ് എന്ന് പറയുന്നു എന്നർത്ഥം. ലക്ഷ്മി നാരായണൻ അഥവാ രാധാകൃഷ്ണൻ എന്ന പേര് വയ്ക്കുമ്പോൾ ചതുർഭുജം ആയല്ലോ. ആ വിഷ്ണു ആണെങ്കിൽ സൂക്ഷ്മവതനത്തിലെ എയിം ഓബ്ജക്റ്റാണ്. നിങ്ങൾ ഈ വിഷ്ണുപുരിയിലെ അധികാരിയാകും. ഈ ലക്ഷ്മി നാരായണൻ വിഷ്ണുപുരിയുടെ അധികാരിയാണ്. വിഷ്ണുവിന് 4 കൈകളുണ്ട്. 2 ലക്ഷ്മിയുടേത്, 2 നാരായണൻ്റേത്. നിങ്ങൾ പറയും, നമ്മൾ വിഷ്ണുപുരിയുടെ അധികാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ബാബയുടെ മഹിമയുടെ ഗീതം കേൾപ്പിക്കൂ. എത്ര മധുരവും എത്ര പ്രിയപ്പെട്ടതുമാണ് ശിവഭോല ഭഗവാൻ. മുഴുവൻ ലോകത്തിലും തുടക്കം മുതൽ ഇപ്പോൾ വരെയും ആ ഒന്നിനല്ലാതെ ആർക്കും തന്നെ ഇത്രയും മഹിമ ഇല്ല. നമ്പർ വൈസ് തന്നെയാണ്. ഏറ്റവും അധികം സർവോത്തമ മഹിമ ഉയർന്നതിലും ഉയർന്ന പരംപിത പരമാത്മാവിൻ്റേതാണ്. നിങ്ങളെല്ലാവരും ആ ഒന്നിൻ്റെ കുട്ടികളാണ്. നമ്മൾ ഈശ്വരീയ സന്താനമാണ് എന്ന് പറയുന്നു. ഈശ്വരൻ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. പിന്നെ നിങ്ങൾ നരകത്തിൽ എന്തിനു കിടക്കുന്നു? ഈശ്വരൻ്റെ ജന്മം ഇവിടെയാണ്. ക്രിസ്ത്യൻ പറയും നമ്മൾ ക്രൈസ്റ്റിൻ്റേതാണ്. നമ്മൾ പരംപിത പരമാത്മാ ശിവന്റെ ഡയറക്റ്റ് കുട്ടികളാണ് എന്നത് ഭാരതവാസികൾ മറന്നുപോയിരിക്കുന്നു. ബാബ ഇവിടെ വരുന്നത് കുട്ടികളെ തൻ്റേതാക്കി മാറ്റി പിന്നെ രാജ്യഭാഗ്യം നൽകുവാനാണ്. ഇന്ന് ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം പുതിയവരും ധാരാളം ഉണ്ട്. ഇവർക്ക് വേണ്ടി മനസ്സിലാക്കിക്കുന്നത് പ്രയാസമാണ്. ശരി, ഏതായാലും സ്വർഗവാസികൾ ആകുന്നു. സ്വർഗത്തിൽ സൂര്യവംശി രാജാറാണിയുമുണ്ട്, ദാസദാസിമാരുമുണ്ട്, പ്രജയും ഉണ്ടായിരിക്കും. അവരിൽ ചിലർ ദരിദ്രവും ചിലർ ധനികരുമായിരിക്കും. അവരുടെയും ദാസദാസിമാർ ഉണ്ടായിരിക്കും. മുഴുവൻ രാജധാനിയും ഇവിടെ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഇതാണെങ്കിൽ മറ്റാർക്കും അറിയില്ല. എല്ലാവരുടെയും ആത്മാവ് തമോ പ്രധാനമാണ്. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ആർക്കും ഇല്ല. ഗീതം. ഇപ്പോൾ ബാബയുടെ മഹിമ കേട്ടു. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ഭഗവാനെ പിതാവ് എന്ന് പറയുന്നു. പരിധിയില്ലാത്ത സുഖം നൽകുന്ന പിതാവാണ്. ഈ ഭാരതത്തിലാണ് പരിധിയില്ലാത്ത സുഖം ഉണ്ടായിരുന്നത്. ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ ബാല്യകാലത്തിൽ രാധാകൃഷ്ണന്മാരാണ്. പിന്നെ സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ എന്ന പേര് വരുന്നു. ഈ ഭാരതത്തിൽ 5000 വർഷം മുമ്പ് ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ലക്ഷ്മി നാരായണന്മാരുടേതല്ലാതെ ആരുടെയും രാജ്യം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഖണ്ഡം ഉണ്ടായിരുന്നില്ല. അതിനാൽ ലക്ഷ്മി നാരായണൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതൊരു കർമ്മമാണ് ചെയ്തത് എന്ന് ഇപ്പോൾ ഭാരതവാസികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ബിർള ഇത്രയും ധനികൻ ആകാൻ തക്കവണ്ണം എന്ത് കർമ്മമാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് പോലെ തീർച്ചയായും പൂർവജന്മത്തിൽ ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് പറയും. ചിലരുടെ പക്കൽ വളരെയധികം ധനമുണ്ട്. ചിലർക്ക് കഴിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നില്ല. കാരണം
അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. കർമ്മങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതിയെ ഗീതയുടെ ഭഗവാൻ കേൾപ്പിച്ചിരുന്നു. ആ ഒന്നിൻ്റെ മഹിമ കേട്ടു. ശിവഭഗവാൻ ഒന്നാണ്, മനുഷ്യനെ ഭഗവാൻ എന്ന് പറയുന്നില്ല. ഇപ്പോൾ ബാബ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? മനസ്സിലാക്കിച്ചു തരുന്നു. മുന്നിൽ മഹാഭാരത യുദ്ധം നിൽക്കുകയാണ്. അപ്പോൾ മധുരത്തിലും മധുരമായ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ഒന്നിനെ ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു, ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു. ശിവബാബയെ ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു, സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. സ്വർഗത്തിലാണെങ്കിൽ ദുഃഖം ഉണ്ടായിരുന്നില്ല. അവിടെ ബാബയിൽ നിന്നും നേടിയ സമ്പത്തുണ്ടായിരുന്നു. 5000 വർഷം മുമ്പ് എപ്പോഴാണോ ശിവബാബ വന്നത്, അപ്പോൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റി. ഇപ്പോൾ നരകമാണ്. ബാബ വന്നിരിക്കുകയാണ് സ്വർഗം ഉണ്ടാക്കുന്നതിനായി. ലോകത്തിന് അറിയുകയുമില്ല നമ്മളെല്ലാവരും അന്ധന്മാരാണ് എന്ന് പറയുന്നു. അന്ധന്മാരുടെ ഊന്നുവടിയായ പ്രഭു അങ്ങ് വരൂ, വന്ന് കണ്ണുകൾ പ്രദാനം ചെയ്യൂ. കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. എവിടെയാണോ നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത് അതാണ് ശാന്തിധാമം. ബാബയും അവിടെ വസിക്കുന്നു. ആത്മാക്കളായ നിങ്ങളും ഞാനും വസിക്കുന്നു. ഈ ഒന്നിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഞാൻ നിങ്ങളെല്ലാ ആത്മാക്കളുടെയും പിതാവ് അവിടെ വസിക്കുന്നു. നിങ്ങൾ പുനർജന്മത്തിൻ്റെ പാർട്ട് അഭിനയിക്കുന്നു, ഞാൻ അഭിനയിക്കുന്നില്ല. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു, ഞാൻ ആകുന്നില്ല. നിങ്ങൾക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നിരുന്നു, ഹേ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. 84 ലക്ഷം ജന്മം എന്ന് പറയുന്നു. ഇത് അസത്യമായ കാര്യങ്ങളാണ്. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനുമാണ്. ഞാൻ വരുന്നത് എല്ലാവരും പതീതമാകുമ്പോഴാണ്. അപ്പോൾ തന്നെയാണ് വന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തന്ന് ത്രികാലദർശി ആക്കുന്നത്. വളരെ പേർ ചോദിക്കുന്നു, ഏറ്റവും ആദ്യം മനുഷ്യനെ എങ്ങനെയാണ് രചിച്ചത്? ഭഗവാൻ സൃഷ്ടി എങ്ങനെയാണ് രചിച്ചത്? ഒരു ശാസ്ത്രത്തിലും ഇങ്ങനെ കാണിക്കുന്നു, പ്രളയം ഉണ്ടായി, പിന്നെ സാഗരത്തിൽ ആലിലയിൽ ബാലനായ ശ്രീകൃഷ്ണൻ വന്നു എന്ന്. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. പകലാണ് സത്യയുഗവും ത്രേതായും, രാത്രിയാണ് ദ്വാപര കലിയുഗം. കുട്ടികൾ ബാബയ്ക്ക് ആശംസകൾ നൽകുന്നു. ബാബ പറയുന്നു, തത്വം. നിങ്ങളും 100% ദൗർഭാഗ്യശാലിയിൽ നിന്നും 100% സൗഭാഗ്യശാലിയാകുന്നു. ഭാരതവാസികളായ നിങ്ങൾ അതായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അറിയില്ല. ബാബ വന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ വന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ബാബ നിങ്ങളെ സംഗമത്തിൽ മുഴുവൻ സൃഷ്ടിയുടെയും സമാചാരം കേൾപ്പിക്കുന്നു. സത്യയുഗത്തിൽ കേൾപ്പിക്കുകയില്ല. ഏത് സമയത്താണോ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യം ഉണ്ടായിട്ടില്ലാത്തത്, അതിൻ്റെ സമാചാരം എങ്ങനെ കേൾപ്പിക്കുവാനാണ്? ഞാൻ വരുന്നത് അന്തിമത്തിലാണ്, കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ. ശാസ്ത്രങ്ങളിൽ യുഗേ യുഗേ, അതായത് യുഗങ്ങൾ തോറും എന്നെഴുതിയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ വാച എന്ന് ഗീതയിൽ എഴുതിയിരിക്കുന്നു. എല്ലാ ധർമ്മത്തിലുള്ളവരും ശ്രീകൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുകയില്ല. ഭഗവാൻ നിരാകാരനാണല്ലോ. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. പിതാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങൾ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്.
പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ ഫാദർഹുഡായി പോകുന്നു. ഫാദറിന് എപ്പോഴെങ്കിലും സമ്പത്ത് ലഭിക്കുമോ? സമ്പത്ത് കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ എല്ലാവരും കുട്ടികളാണ്. ബാബയുടെ സമ്പത്ത് തീർച്ചയായും ആവശ്യമാണ്. പരിധിയുള്ള സമ്പത്ത് കൊണ്ട് നിങ്ങൾ തൃപ്തരാകുന്നില്ല. അതിനാൽ വിളിക്കുന്നു, നിന്റെ കൃപയിലൂടെ അളവറ്റ സുഖം ലഭിച്ചിരുന്നു എന്ന്. ഇപ്പോൾ വീണ്ടും രാവണനിലൂടെ ദുഃഖം ലഭിക്കുന്നതിനാൽ വിളിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. സർവരുടെയും ആത്മാക്കൾ വിളിക്കുന്നു, കാരണം ഇവർക്ക് ദുഃഖമാണ്. അതിനാൽ ഓർമ്മിക്കുന്നു, ബാബ വന്ന് സുഖം നൽകൂ. ഇപ്പോൾ ഈ ജ്ഞാനത്തിലൂടെ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുന്നു. നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. അതിനാൽ സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ് എന്ന് പാടപ്പെടുന്നു. ഇപ്പോൾ എല്ലാവരും ദുർഗതിയിലാണ്. പിന്നീട് സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. എപ്പോഴാണോ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലായിരുന്നു. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാബയിലൂടെ രാജയോഗം പഠിക്കുന്നു. ബാബ പറയുന്നു, കൽപ്പത്തിൻ്റെ സംഗമത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ശിവരാത്രി എപ്പോഴാണ് നടന്നത്? ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്ത് സംഭവിച്ചു? ശിവ് ബാബ എപ്പോൾ വന്നു? ഒന്നും അറിയുന്നില്ല. അപ്പോൾ കല്ല് ബുദ്ധിയായല്ലോ. ഇപ്പോൾ നിങ്ങൾ പവിഴ ബുദ്ധിയാകുന്നു. ഭാരതം പാരസ്പുരിയായ ഗോൾഡൻ ഏജ് ആയിരുന്നു. ലക്ഷ്മി നാരായണന്മാരെയും ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു. അവർക്ക് സമ്പത്ത് നൽകിയത് ഭഗവാനാണ്. വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭഗവാൻ ഭഗവതി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ബാബ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇതിനെ പറയുന്നത് രുദ്രജ്ഞാനയജ്ഞം എന്നാണ്. അതെല്ലാം മെറ്റീരിയൽ യജ്ഞങ്ങളാണ്. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ഇതിൽ ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നു. നിങ്ങൾ ശിവ് ബാബയുടെ വരവിൻ്റെ ആശംസകൾ നൽകുന്നു. ബാബ പിന്നെ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, എനിക്കും ശരീരം ആവശ്യമാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരേണ്ടി വരും. ആദ്യം സൂക്ഷ്മവതനം രചിക്കേണ്ടതുണ്ട്. ഇതിനായി ഇദ്ദേഹത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹം പതീതമായിരുന്നു. 84 ജന്മമെടുത്ത് പതീതം ആയിരിക്കുകയാണ്. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വീണ്ടും കുട്ടികളായ നിങ്ങൾക്ക് സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു. ബാബ തന്നെയാണ് ഭാരതത്തിന് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നത്. സ്വർഗത്തിൻ്റെ രചയിതാവ് ബാബയാണ്. തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്മാനം തന്നെയായിരിക്കും നൽകുക. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാഠശാലയാണ്. ഭാവിയിൽ മനുഷ്യനിൽ നിന്നും 21 ജന്മത്തേക്ക് ദേവത ആയി മാറുന്നതിൻ്റെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. 21 തലമുറയോളം നിങ്ങൾ സുഖം നേടുന്നു. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. എപ്പോഴാണോ ശരീരത്തിൻ്റെ ആയുസ് പൂർത്തിയാകുന്നത്, അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. സർപ്പത്തിൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ബാബയ്ക്ക് ആശംസകൾ നൽകുന്നു. ബാബ പിന്നെ നിങ്ങൾക്ക് ആശംസകൾ നൽകുന്നു. നിങ്ങൾ ഇപ്പോൾ ദൗർഭാഗ്യശാലിയിൽ നിന്നും സൗഭാഗ്യശാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. പതീത മനുഷ്യനിൽ നിന്നും പാവന ദേവതയാകുന്നു. ചക്രം കറങ്ങുന്നു. ഇത് കുട്ടികളായ നിങ്ങൾ
മനസ്സിലാക്കിച്ചു കൊടുക്കണം. പിന്നെ ഇത് പ്രായേണ ലോപിച്ചു പോകുന്നു. സത്യയുഗത്തിൽ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ദുർഗതിയിലാണ്. അതിനാൽ ഈ ജ്ഞാനത്തിലൂടെ സദ്ഗതി ലഭിക്കുന്നു. ബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. സർവരുടെയും സദ്ഗുരു ഒന്ന് തന്നെയാണ്. പിന്നെ ഭക്തിമാർഗത്തിലെ കർമ്മകാണ്ഡങ്ങളിലൂടെ ആർക്കും സദ്ഗതി ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും ഏണിപ്പടി താഴെ ഇറങ്ങുക തന്നെ വേണം. ഭാരതം സദോ പ്രധാനമായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. വീണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് കയറേണ്ടതുണ്ട്. മുക്തിധാമമായ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. ഈ പഴയ ലോകം ഇല്ലാതായി പോകും. ഭാരതത്തെ അവിനാശി ഖണ്ഡം എന്ന് പറയുന്നു. ബാബയുടെ ജന്മസ്ഥാനം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നിങ്ങൾ ശാന്തിധാമത്തിൽ പോയ ശേഷം വന്ന് രാജ്യം ഭരിക്കും. പാവനവും പതീതവും ഭാരതത്തിൽ തന്നെയാണുള്ളത്. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതമായിരിക്കുകയാണ്. യോഗിയിൽ നിന്നും ഭോഗി ആയിരിക്കുകയാണ്. ഇതാണ് രൗരവ നരകം. മഹാദുഃഖത്തിൻ്റെ സമയമാണ്. ഇപ്പോഴാണെങ്കിൽ വളരെയധികം ദുഃഖം വരാനിരിക്കുന്നു. ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ കളിയാണ്. ഇരിക്കുമ്പോൾ തന്നെ ബോംബുകൾ വീഴും. നിങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തത്? കാര്യമൊന്നുമില്ലാതെ എല്ലാവരുടെയും വിനാശം ഉണ്ടാകും. വിനാശത്തിൻ്റെ സാക്ഷാത്കാരം കുട്ടികൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അടുക്കൽ ജ്ഞാനത്തിൻ്റെ വാൾ അഥവാ ജ്ഞാന ഘടകം ഉണ്ട്. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി ബ്രാഹ്മണരാണ്. പ്രജാപിതാവും ബാബയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും ഇദ്ദേഹം മുഖവംശാവലിയെ സൃഷ്ടിച്ചിരുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങളെ മുഖവംശാവലി ആക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യിക്കുന്നു. സ്വർഗത്തിലേക്ക് ഭാവിയിൽ തന്നെയാണ് പോകുന്നത്. മലിനമായ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബ വരുന്നത് തന്നെ പുതിയ ലോകം രചിക്കുവാനാണ്. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ഉള്ളം കയ്യിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും നൽകുന്നില്ല. നിങ്ങളെല്ലാവരും ദ്രൗപദിമാരാണ്. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ദേവതമാരെക്കാൾ ഉയർന്ന നമ്മൾ സർവോത്തമ ബ്രാഹ്മണരാണ്. ഈ ആത്മീയ ലഹരിയിൽ ഇരിക്കണം. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും ആത്മാവിനെ സ്വച്ഛമാക്കണം. എല്ലാവർക്കും ശിവബാബയുടെ അവതരണത്തിൻ്റെ ആശംസകൾ നൽകണം. ബാബയുടെ പരിചയം നൽകി പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റണം. രാവണനാകുന്ന ശത്രുവിൽ നിന്നും മുക്തമാക്കണം. വരദാനം. വിസ്താരത്തിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന കാര്യങ്ങളിൽ നിന്നും അകന്നുമാറി പ്രയാസങ്ങളെ സഹജമാക്കി മാറ്റുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. എപ്പോഴാണോ ബാബയെ നോക്കുന്നതിന് പകരം കാര്യങ്ങളെ നോക്കുവാൻ തുടങ്ങുന്നത്, അപ്പോൾ പല ചോദ്യങ്ങളും ഉൽപ്പന്നമാകുന്നു. സഹജമായ കാര്യം പോലും പ്രയാസമായി അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കാരണം കാര്യങ്ങൾ വൃക്ഷമാണ്, ബാബ ബീജമാണ്. ആരാണോ വിസ്താരമുള്ള വൃക്ഷത്തെ കൈകളിൽ എടുക്കുന്നത്, അവർ ബാബയെ അകറ്റി നിർത്തുന്നു. പിന്നെ വിസ്താരം ഒരു വലയായി മാറുന്നു. അതിൽ കുടുങ്ങിപ്പോകുന്നു.
കാര്യങ്ങളുടെ വിസ്താരത്തിൽ വർണ്ണപ്പകിട്ടാർന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. അതിനാൽ ബീജരൂപമായ ബാബയുടെ ഓർമ്മയിലൂടെ ബിന്ദുവിട്ട് അതിൽ നിന്നും അകന്നു മാറൂ. അപ്പോൾ സഹജയോഗിയായി മാറും. സ്ലോഗൻ: ഞാൻ എന്നതിൻ്റെ എൻ്റേതെന്ന ഭാവത്തിൻ്റെ അലോയ് സമാപ്തമാക്കുക തന്നെയാണ് റിയൽ ഗോൾഡ് ആവുക എന്നത്. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ഇപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ഏകമതം ഉള്ളവരായി സേവനത്തിൻ്റെ ഏതൊരു കാര്യവും ആഘോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകൂ. ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും സഹയോഗത്തിലൂടെ, ശുഭകാമനകളിലൂടെ, ശുഭഭാവനകളിലൂടെ സേവനങ്ങളുടെ ശബ്ദമുണ്ടാക്കൂ. അഥവാ ആർക്കെങ്കിലും വാക്കുകളിലൂടെ സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സ വായുമണ്ഡലത്തിലൂടെ, സുഖത്തിൻ്റെ വൃത്തിയിലൂടെയും സുഖമായ സ്ഥിതിയിലൂടെയും സുഖമായ ലോകം ഉണ്ടാക്കണം. എവിടെയെങ്കിലും പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആരോഗ്യം ശരിയല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ സേവനം ചെയ്യൂ. സേവനത്തിൽ തീർച്ചയായും സഹയോഗിയാകൂ. അപ്പോൾ സർവരുടെയും സഹയോഗത്തിലൂടെ സുഖമായ ലോകം ഉണ്ടാകും. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ
അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി പ്രകാശ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു.
ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.